യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കും സർവശക്തനായ ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുനിമിഷവും ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പരിപാലനത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കാം. ഈ പൽക്കാലം സർവശക്തനായ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും. സ്തോത്രം. നമ്മെക്കുറിച്ച് ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെയും ഈ കാലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദൈവത്തിൻ്റെ നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യത്തോടും തോന്നുമാറ് ചില ദൈവീക പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക. അത് ദൈവത്താൽ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ നിസ്സഹായതയുടെ നടുവിൽ യേശു കർത്താവ് സഹായത്തിനായി വരും. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലത്ത് ചിലപ്പോൾ ചില വിഷയത്തിൻ്റെ അകത്ത് പുറത്തു വരുവാൻ കഴിയാതവണ, വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതവണ നിസ്സഹായതയുടെ നടുവിലായിരിക്കും. എന്നെ ഇതിനകത്തുനിന്ന് ആര് വിടുവിക്കും, എന്നെ ഇതിനകത്തുനിന്ന് പുറത്തു വരുവാൻ ആര് സഹായിക്കുമെന്ന ചിന്തയോടെ നാളുകളായി നീ ഭാരത്തോടെ ആയിരിക്കുന്നുണ്ടായിരിക്കാം. ആരും സഹായം ഇല്ലാത്തവർക്കായി സഹായനായി ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. ഇനി നീ ആരുടെയും സഹായം നോക്കി നിൽക്കുവാൻ, പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. നിന്റെ വിടുതന്റെ സമയം അത്രേ. ഹല്ലേലൂയ. യേശു കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം പ്രിയ ദൈവപൈതലേ, നിന്റെ നിസ്സഹായതയുടെ നടുവിൽ നിന്നെ കൈവിട്ടിട്ട് പോകുന്ന ഒരു കർത്താവല്ല, നിന്റെ നിസ്സഹായതയുടെ നടുവിൽ ഹല്ലേലൂയ യേശു കർത്താവ് വരും. നിന്റെ വിഷയത്തിനകത്തൊരു വിടുതലുണ്ട്. നീ ഹല്ലേലൂയ പ്രത്യാശ കൈവിടണ്ട, പ്രതീക്ഷ കൈവിട്ട് കളയണ്ട. ഹല്ലേലൂയ. നിന്റെ വിടുതന്റെ സമയമെന്ന് നീ വിശ്വസിക്കുക. അതങ്ങനെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. യോഹന്നാൻ എഴുതിയ സുവിശേഷ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 5 മുതലുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവന് കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ആവേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കുളക്കരയിൽ യേശു കർത്താവ് രോഗിക്ക് സൗഖ്യം കൊടുക്കുന്ന അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പലവിധ രോഗത്തിലായ വലിയൊരു കൂട്ടം അവിടെ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടക്കുന്ന ഒരു അനുഭവമാണ്. അതേത് സമയത്ത് ആ കുളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ദൂതൻ വന്ന് കുളം കലക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ കുളം കലക്കുന്ന സമയത്ത് ആരാണോ ആദ്യം ആ കുളത്തിലേക്ക് ഇറങ്ങുന്നത്, ആ വ്യക്തി ഏത് വ്യാധി പിടിച്ചനായിരുന്നാലും അവന് സൗഖ്യം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കുളത്തിന്റെ പ്രത്യേകത, അവിടെ കുളത്തിൽ വെള്ളം ദൂതൻ കലക്കുമ്പോൾ ആര് ആ കുളത്തിലേക്ക് ആര് ഇറങ്ങുന്നു, അത് ഏത് വ്യാധി പിടിച്ചവരായിക്കൊള്ളട്ടെ, അവർ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് പോകുവാനായിട്ട് ഇടയിൽ. പക്ഷേ 38 വർഷമായിട്ടും ഒരു സൗഖ്യം പ്രാപിച്ചു പോകാൻ കഴിയാതെ ആ കുളത്തിന്റെ കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1-2 വർഷം കൊണ്ട് അവിടില്ല ആ മനുഷ്യൻ മറ്റുള്ളവരുടെ ഒരു സഹായവും ആഗ്രഹിച്ചില്ലെങ്കിൽ സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ കിടക്കുന്നത്. 38 ആണ്ടായിട്ട് ആ മനുഷ്യൻ അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലത്
പിടിച്ച് അവിടെ കിടക്കുകയാണ്. സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, ആ മനുഷ്യന് സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ തൻ്റെ ആരോഗ്യത്തെ പിടിച്ചു കളഞ്ഞ 38 നീണ്ട വർഷത്തെ ഒരു കണക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനെ എൻ്റെ യേശു കർത്താവ് അടുക്കൽ ചെന്ന് പൊട്ടിച്ചു കളയുവാനായിട്ട് ഇടയത്തിരുന്നത്. ആ പിടിച്ച് രോഗമായി കിടത്തിക്കളഞ്ഞ വിഷയത്തെയാണ് എൻ്റെ കർത്താവ് അതിനകത്ത് ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത്. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. നാളുകളായി, വർഷങ്ങളായി നിന്റെ ശരീരത്തിൽ ചിലത് പിടിച്ച് നിനക്ക് പുറത്തു വരുവാൻ കഴിയാതവണ നിന്നെ കിടത്തിക്കളയുന്ന ചില വിഷയത്തിനകത്തുനിന്ന് എൻ്റെ യേശു കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പകൽക്കാലം അത്രേ. ഇരുന്ന് കിടക്കുവാൻ. ഹല്ലേലൂയ. ചിലതൊക്കെ പിടിപ്പെട്ട് നിന്നെ ഒതുക്കിയ മേഖലയ്ക്കകത്ത് നീ ഇനി ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഈ പകൽക്കാലം നിന്റെ വിടുതന്റെ പകൽക്കാലം അത്രേ. ചിലപ്പോൾ നാളുകളായിട്ട് നീ പ്രതീക്ഷിച്ചിട്ടും വിടുതൽ ലഭിക്കാത്തത് കൊണ്ട് ഈ രോഗത്തിൽ നിന്ന് എനിക്കിനി ഒരു വിടുതലില്ല, ഇതിനകത്തുനിന്നൊരു എഴുന്നേൽപ്പില്ല, ഇതിനകം കൊണ്ട് എന്റെ ജീവിതം ഇനി അവസാനിക്കുമെന്നൊക്കെയാ നിന്റെ അകത്തളങ്ങളിൽ നീ ചിന്തിക്കുമ്പോ, നീ പ്രതീക്ഷിക്കുമ്പോ, ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട്, നീ ആഗ്രഹിക്കുന്നതിൽ അപ്പുറമായിട്ട് ഒരു വിടുതൽ കർത്താവ് നിനക്ക് വേണ്ടി പകരുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവത്തിലെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അങ്ങനെയെങ്കിൽ ഒരു രോഗം പിടിപെട്ട് ഈ മനുഷ്യൻ ഇവിടെ കിടക്കുന്ന കാര്യം, ഏറെ കാലമായിട്ട് ഈ മനുഷ്യൻ ഇവിടെ കിടക്കുന്ന ഒരു അനുഭവത്തെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു കണ്ടു. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ഒത്തിരി പേര് ഈ മനുഷ്യൻ 38 വർഷം കൊണ്ട് ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഒത്തിരി പേർ കണ്ടു കാണുമായിരിക്കാം. എന്നാൽ അതുപോലെയല്ല, സൗഖ്യമാക്കുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. ആ യേശു കർത്താവ് എന്ത് ചെയ്തു? ഈ മനുഷ്യനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു കാര്യം ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നീ എത്ര നാളായിട്ട് ചിലത് അനുഭവിച്ച് കിടന്നാലും എന്റെ യേശു കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അടുക്കലേക്ക് കർത്താവ് വരുവാനായിട്ട് ഇടയായിത്തീരാ. എന്റെ കർത്താവ് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യർ കണ്ടിട്ട് കാണാതെ പോകുന്നത് പോലെയല്ല, കർത്താവ് നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെയെങ്കിൽ ചില നാളുകളായി, ചില വർഷങ്ങളായിട്ട് നിന്നെ പിടിച്ച് കിടത്തിക്കളഞ്ഞ ചില വിഷയത്തിനകത്ത് നീ അനുഭവിക്കുന്ന വേദനയെ കാണുന്ന ഒരു സ്വർഗത്തിലെ കർത്താവുണ്ട്. ആ കർത്താവ് നിന്റെ വിടുതലിനു വേണ്ടി ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. വിശ്വസിക്കുക, നിന്റെ വിടുതന്റെ ടൈമെന്ന് വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇനി നീ അങ്ങനെ കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതേ, നിനക്കൊരു ടൈം ഇട്ടുകൊണ്ട്, ഹല്ലേലൂയ, നിന്നെ ഒതുക്കിയ മേഖലയ്ക്കകത്തുനിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. നിനക്ക് ചിലതിനകത്തുനിന്നൊരു വിടുതലുണ്ട് എന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, സ്തോത്രം. ഇവിടെ കാണുന്നു, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്ത ഒരു യേശു കർത്താവുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ, നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ, നീ കടന്നു പോകുന്ന സാഹചര്യത്തെ കാണുന്ന ഒരു കർത്താവ്, അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. നാം പലപ്പോഴും പറയുന്നില്ലേ, എന്നെ കാണുവാൻ ആരുമില്ല, ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തെ കാണുവാൻ ആരുമില്ല, ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ, ഇല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴത്തെ അറിയുവാൻ ആരുമില്ല എന്ന് പറയുമ്പോ, ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ മാറട്ടെ, നമ്മുടെ ആകുലതകൾ മാറട്ടെ. ഹല്ലേലൂയ. അതേ, നിന്നെ കാണുന്ന ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, ഈ പകൽക്കാലം പറയട്ടെ, ആ കർത്താവ് നിന്നെ കണ്ട, നിന്നെ അറിഞ്ഞ മിണ്ടാതെ പോകുകയില്ല. നിന്റെ വിടുതലിന് വേണ്ടി ഒരു സമയം ഒരുക്കി വച്ചിട്ടുണ്ട്. ആ സമയത്ത് കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരും, നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരും. അവർ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. യേശു മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. പ്രിയതേ മക്കളെ, ഇവിടെ എന്തേ നമ്മൾ വിചാരിച്ചിരിക്കാം, ഇത്രയും നാളായിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കിടക്കല്ലേ, യേശു എന്തേ വിപരീതമായ ഒരു ചോദ്യം ചോദിച്ചത്? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം. ഇത്രയും വർഷമായിട്ട് ഒരു സൗഖ്യത്തിന് വേണ്ടിയല്ലേ ഈ മനുഷ്യൻ കിടന്നത്. പിന്നെ എന്താ യേശു കർത്താവ് സൗഖ്യം കൊടുക്കാതെ ഈ മനുഷ്യനോട് ചോദിക്കുന്ന, നിനക്ക് സൗഖ്യമുണ്ടോ? പ്രിയ ദൈവപൈതലേ, സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. കുറച്ച് നാളുകളൊക്കെയും നാം ഒരു വിഷയത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ പ്രതീക്ഷിക്കും നമ്മുടെ ജീവിതത്തിനകത്തൊരു വിടുതൽ ലഭിക്കുമെന്നൊക്കെയും. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ കുറെ നാളുകൾ അതുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് ഇങ്ങനെ
ഇങ്ങനെ പോകുമ്പോൾ ചിന്തിക്കും, ഇനിയിപ്പോൾ ഇതിങ്ങനെ അങ്ങ് പോകട്ടെ, ഇനി ഇതിനകത്തൊന്നും ഒരു വിടുതലില്ല. നമ്മുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരും. നമ്മൾ പ്രത്യാശ കൈവിട്ട് കളയുക. ഇനി ഇതൊക്കെ തന്നെ എൻ്റെ ജീവിതം, ഇതൊക്കെ ഇങ്ങനെ പോട്ടെ, മറ്റു പല വിടുതലിനെയും പറ്റി നാം മാത്രം ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ മനുഷ്യന് 38 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയല്ലേ, പ്രതീക്ഷകളൊക്കെയും നഷ്ടപ്പെട്ടു, ഇനി തന്നെ സഹായിപ്പാനായിട്ട് ആരും വരികയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ യേശു കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. ഇതിനകത്തുനിന്ന് പുറത്തു വരുവാൻ ലൈവിലായിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ നാളുകളായി ചില രോഗത്തിന്റെ അനുഭവത്തിലായിരിക്കാം, ചില കുടുംബജീവിതത്തിന്റെ പ്രശ്നത്തിനകത്തായിരിക്കാം, ചില പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക തകർച്ചയുടെ നടുവിലായിരിക്കാം. മനസ്സുകൊണ്ടൊക്കെ നീ ചിലപ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഇനി ഇതൊക്കെ ഉള്ളൂ എൻ്റെ ജീവിതം, ഇനി ഈ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിനകത്ത് ലഭിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് കടന്നു പോകുന്ന സാഹചര്യവുമായിട്ട് നീ പൊരുത്തപ്പെട്ടു പോകുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റപ്പ് ആയിരിക്കും നിന്റെ ജീവിതത്തിനകത്ത്. പക്ഷെ നിന്റെ മൈൻഡ് സെറ്റപ്പിനെ ഈ പകൽക്കാലം ദൈവം പൊളിച്ചു കളയുന്ന രീതിയിൽ ഒരു ചോദ്യം കർത്താവ് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. മനസ്സുള്ളവരെ സൗഖ്യമാക്കുന്ന, മനസ്സുള്ളവരെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്കുള്ളിൽ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. മനസ്സുള്ളവരെ തേടി വരുന്ന ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഇവിടെ ചോദ്യം അതാ അത്രേ. ഹല്ലേലൂയ. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. രോഗി അവനോട്, യജമാനെ, വെള്ളം കലക്കുമ്പോ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. അവിടെ കടന്നു വരുന്ന മറുപടി യേശു കർത്താവ് ചോദിച്ച ഒരു ചോദ്യത്തിന് വിപരീതമായിട്ടുള്ളത് അത്രേ. യേശു ചോദിച്ചത് നിനക്ക് മനസ്സുണ്ടോ എന്നത്രേ. പക്ഷെ ആ മനുഷ്യന്റെ മറുപടി എന്ന് പറയുന്നത് ആ ചോദ്യത്തിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ കുളത്തിലേക്ക് ഇറക്കുവാനായിട്ട് ആരുമില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, പല എക്സ്ക്യൂസുകളും പല മറ്റു കാര്യങ്ങളും പറഞ്ഞേ നിന്റെ വിടുതൽ നടക്കേണ്ട സമയത്ത് നീ ഒഴിഞ്ഞു മാറുമ്പോ കർത്താവിന് ചോദിക്കാനുള്ള ഒരു ചോദ്യമുള്ളൂ, നിനക്ക് മനസ്സുണ്ടോ? പ്രിയ മകനെ, പ്രിയ മക്കളെ, ഹല്ലേലൂയ. നീ നാളായിട്ട് ഈ രോഗത്തിലായിരിക്കുന്നുണ്ട്, ഈ പ്രയാസം നീ ചുമന്ന് നടക്കുകയല്ലേ, പല വിഷയങ്ങൾ നിന്നെ കിടത്തിക്കളയല്ലേ. നിനക്ക് ഇതിനകത്തൊന്ന് പുറത്തു വരുവാൻ മനസ്സുണ്ടോ? ഇതിനകത്തൊന്നൊരു വിടുതൽ പ്രാപിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. നാം മനസ്സ് വച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല. നാം മനസ്സ് വെച്ചാ നമ്മുടെ അടുക്കിലേക്ക് എൻ്റെ യേശു കർത്താവ് കടന്നു വരും. ഹല്ലേലൂയ. നമ്മുടെ മൈൻഡിനകത്തുള്ള ചില സെറ്റപ്പുകൾ ഞാൻ പറഞ്ഞല്ലോ, നാളുകളും വർഷങ്ങളും കഴിയുമ്പോൾ ഇനി ഇതൊക്കെ മതി, ഇത്രയൊക്കെ ഉള്ളൂ, ഇനി ഇതിനകത്തൊന്നൊരു വിടുതലില്ല എന്ന ചിന്താമണ്ഡലങ്ങൾ നമ്മെ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മെ അതിനകത്തേക്ക് ഒതുക്കുവാൻ നോക്കുമ്പോ പ്രിയ ദൈവ പൈതലേ, നാം ആ മേഖലയെ പൊളിക്കുവാനായിട്ട് ഇടയത്തിന് ആ മേഖലയ്ക്കകത്തുനിന്ന് ഞാനും നിങ്ങൾ പുറത്തു വരുവാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. അവിടെ ആ കർത്താവ് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. തുടർച്ചയായിട്ട് പ്രതീക്ഷയോടെ 38 വർഷമാണ് സ്തോത്ര ആ മനുഷ്യൻ അവിടെ കാത്തിരുന്നത്. നിരാശകൾ കടന്നു വന്ന് കാണും, പക്ഷേ സൗഖ്യമാക്കുവാൻ കഴിയുന്ന യേശു കർത്താവ് ആ മനുഷ്യന്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്ന. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, നിന്റെ അടുക്കിലേക്ക് യേശു കർത്താവ് ഇറങ്ങി വരും. ചിലർക്ക് പ്രതീക്ഷിക്കുന്നില്ലേ, ചില സാഹചര്യങ്ങള് കർത്താവേ എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചുവെന്നെങ്കിൽ എനിക്കൊരു വിടുതൽ പ്രാപിക്കാമായിരുന്നുവെന്ന്. ആരെയും നീ കാണാതിരിക്കുമ്പോ നിന്റെ നിസ്സഹായതയുടെ നടുവേ നിന്നെ കാണുന്ന, നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഇറങ്ങി വരും. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. എത്ര വർഷങ്ങളായിക്കൊള്ളട്ടെ, നിന്റെ വിടുതന്റെ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ കർത്താവ് വരും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഒരു നിമിഷം പോലും നീ ആ അനുഭവത്തിലായിരിപ്പാ ദൈവം അനുവദിക്കത്തില്ല. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ആ മനുഷ്യന്റെ അവസ്ഥ ഒരു നിസ്സഹായതയുടെ അനുഭവമാണ്. അതായത് 1-2 വർഷം കൊണ്ടല്ല ആ മനുഷ്യൻ അവിടെ ആയിരിക്കുന്നത്. 38 വർഷമായിട്ടും ആ മനുഷ്യനെ സഹായിപ്പാനായിട്ട് ആരുമില്ലാതിരിക്കുന്ന ഒരു അനുഭവത്തെ പറ്റിയാണ് പറഞ്ഞത്. പ്രിയതേ മക്കൾ, എന്തുമാത്രം നിരാശ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്ന് കാണാം. ഓരോ ദിവസവും ആ മനുഷ്യൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം, ഓരോ ദിവസവും കുളം കലക്കാനായിട്ട് ടൈം ആവുമ്പോൾ മനുഷ്യൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, എന്നെ ആരെങ്കിലും ഇന്ന് കുളത്തിലേക്ക് ഇറക്കും, എന്നെ ആരെങ്കിലും, ഞാനായിരിക്കും ഫസ്റ്റിൽ, ഞാൻ ആയിരിക്കും വീഴുന്ന എന്നുള്ളൊരു പ്രതീക്ഷ. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, നിരാശപ്പെട്ടു പോകുമ്പോ ഈ പകൽക്കാലം എൻ്റെ വിടുതൽ ഇന്ന് നടക്കും, എൻ്റെ വിടുതൽ അടുത്ത നിമിഷം നടക്കും, എനിക്ക് വേണ്ടി ഇന്നൊരു ജോലിയുടെ ഓഫർ വരും,
ഹല്ലേലൂയ എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ടൈമില്ലേ? എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലാണോ? ഇനി ഇതിനകത്തൊന്നൊരു വിടുതലല്ല. എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ല. ഇന്ന വ്യക്തി മുഖാന്തരം എന്നെ സഹായിക്കും, ഇന്ന വ്യക്തി മുഖാന്തരം എനിക്കൊരു വിടുതൽ ലഭിക്കും എന്നൊക്കെയും പലരുടെയും സഹായത്തിനായിട്ട് നോക്കിയിരുന്ന അനുഭവങ്ങളില്ലേ? ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യപ്പെടുമാറ് എന്റെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഇത് യഹോവയാ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതൽ നടക്കുന്ന പകൽക്കാലം അത്രേ ഈ പകൽക്കാലം. വിശ്വസിക്കുക. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ അത്ഭുതത്തെ, ദൈവത്തിന്റെ വിടുതലിനെ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്തുള്ള ദൈവപ്രവൃത്തിയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, യേശു അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞില്ല ഞാൻ കുളം കലക്ക, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി നിന്നെ സഹായിക്കാമെന്നല്ല പറഞ്ഞത്. അതേ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറായ, ഒരു വിടുതലിന് വേണ്ടി ദൈവസ്വനി കാത്തിരിക്കുവാൻ തയ്യാറായ, നിന്റെ വിടുതലുകൾ വ്യത്യസ്ത നിലവാരത്തിലായിരിക്കും. സ്തോത്ര. അതേ ഹല്ലേലൂയ. അതുവരെ നീ കാണുന്ന ചില വിടുതലുകൾ, മറ്റുള്ളവർ അനുഭവിക്കുന്ന ചില വിടുതലുകൾ നിന്റെ കണ്ണിന് മുമ്പിൽ ദൃഷ്ടാന്തമായി കാണുന്നുണ്ടായിരിക്കും. പക്ഷേ അതിനൊക്കെയും വിപരീതമായിട്ടാ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുന്ന വിടുതലുകൾ. ഹല്ലേലൂയ. നീ അതും പ്രതീക്ഷിച്ചിരിക്കേണ്ട. കുളം കലക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കേണ്ട. ആരെങ്കിലും കുളത്തിൽ ഇറക്കുമെന്നുള്ള പ്രതീക്ഷയോട് കാത്തിരിക്കേണ്ട. നീ പറയുക, സ്തോത്രം, ആരുടെയും ജീവിതത്തിൽ വെളിപ്പെടാത്ത ഒരു വിടുതല് എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെന്നുള്ള ഒരു പ്രതീക്ഷയോട്, ഒരു പ്രത്യാശയോട് നീ കാത്തിരിക്കുക. സ്തോത്ര. അവർക്കും ഇവർക്കും പല വിടുതലുകൾ നടക്കട്ടെ. ആ വിടുതലിന് വേണ്ടിയല്ല നിന്നെ ദൈവം ചിലടത്ത് കാത്തിരിക്കുവാനായിട്ട് അനുവദിച്ചത്. ഹല്ലേലൂയ. നിന്നെ ദൈവം ചില അവസരം കൂടി കടത്തിവിട്ടത് ആർക്കും ചെയ്യാത്ത ചില വിടുതലുകൾ, ആരുടെ മേൽ വെളിപ്പെടാത്ത ചില ദൈവിക പ്രവർത്തികൾ, അതാ നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നത്. അതാ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. അവിടെ യേശു കർത്താവ് പറഞ്ഞു, നീ കുളത്തിൽ ഇറങ്ങി വിടുതൽ പ്രാപിക്കേണ്ട, നീ എഴുന്നേറ്റ് നടക്ക. ഹല്ലേലൂയ. അതെ, നീ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക. ഹല്ലേലൂയ. അതേ, കിടത്തിക്കളഞ്ഞ ആ കിടക്ക എടുത്ത് നടക്കത്തക്ക രീതിയിൽ എന്റെ കർത്താവിന്റെ സൗഖ്യം ആ മനുഷ്യന്റെ മേൽ വെളിപ്പെട്ടുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം അതിവേഗം അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ദൈവത്തിന്റെ വിടുതന്റെ ടൈം അത്രേ. ഹല്ലേലൂയ. നാളുകളായി നീ ഒരു വിടുതന് വേണ്ടി ആഗ്രഹിക്കുന്നില്ലേ? നാളുകളായി നീ ഒരു വിടുതന് വേണ്ടി പ്രതീക്ഷിക്കുന്നില്ലേ? പലരുടെയും സഹായം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് നീ ചിന്തിച്ച സാഹചര്യങ്ങളില്ലേ? ആരും നിന്നെ സഹായത്തിനായിട്ടില്ലാതിരിക്കുമ്പോ സഹായത്തിനായി ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. എന്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയ്ക്ക് നിന്ന് വരുന്നു. ഹല്ലേലൂയ. ആ സഹായം നിന്റെ ജീവിതത്തിനകത്തേക്ക് ഈ പകൽക്കാലം വെളിപ്പെടും. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ നിസ്സഹായതയുടെ നടുവിൽ, നിന്നെ സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുന്നവരുടെ നടുവിൽ നിനക്ക് വേണ്ടി സഹായനായിട്ട് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നിന്നെ കൈവിടാത്ത ഒരു കർത്താവ് പഴയ ദൈവത്തിൽ കടന്നു വരുമ്പോ ഇതുപോലെ ഹല്ലേലൂയ തങ്ങൾ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ, സ്തോത്ര, ഒരു ജനസമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ, 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവ അരുളിച്ചത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊടിയ വിചാരമാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാല നമുക്ക് ധൈര്യം പ്രാപിക്കാൻ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ മനുഷ്യനോട് ആ അവസ്ഥയിലും ആ ഭാഗത്തും കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ഏറെ നാളായിരിക്കുന്നു എന്ന് യേശു കണ്ടു, അറിഞ്ഞു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയൊക്കെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ട ദൈവം ഊടിയ വിചാരമാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങളെ അറിയുന്ന ഒരു ദൈവം ഈ പകൽക്കാലം നിന്റെ
നിന്റെ ഉള്ളിൽ ചോദിക്കുന്നില്ലേ, എന്നെ കാണുവാൻ ആരുമില്ല, എന്റെ അവസ്ഥ അറിയുവാൻ ആരുമില്ല എന്ന ചോദ്യങ്ങൾ കടന്നു വരുമ്പോ ഈ പകൽക്കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, നീ കടന്നു പോകുന്ന സാഹചര്യത്തെ കാണുന്ന, നീ കടന്നു പോകുന്ന വേദനയെ അറിയുന്ന ഒരു നല്ല കർത്താവ് നിനക്കൊണ്ട്. എന്നും നീ വേദനപ്പെട്ടിരിക്കുക, എന്റെ കർത്താവ് അറിയത്തില്ല, നിന്നെ അനുവദിക്കത്തില്ല. നിന്നെ അറിയുന്ന കർത്താവ് നിന്നെ വിടുവിക്കേണ്ടതിനായി ഇറങ്ങി വരും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതാ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന്, അവരെ മിസ്രൈമയുടെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിനായിട്ട്, ആ ദേശത്ത് നിന്ന് വിശാലമായ ദേശത്തേക്ക് അവരെ എത്തിക്കേണ്ടതിനായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവരെ കൊണ്ടുപോകുവാൻ, അവര് കഷ്ടത അനുഭവിക്കുന്ന മേഖലയ്ക്കകത്ത് നിന്ന്, അവര് ഞെരുക്കം അനുഭവിച്ച മേഖലയ്ക്കകത്ത് നിന്ന്, അവര് സങ്കടപ്പെട്ട അനുഭവത്തിൽ നിന്ന് അവരെ എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുവാനായിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, നിനക്ക് കഷ്ടത അനുഭവിക്കാൻ ഒരു സമയമുണ്ട്, സങ്കടപ്പെട്ടിരിക്കുവാൻ ഒരു സമയമുണ്ട്, നിനക്ക് കണ്ണുനീരോടായിരിക്കാൻ ഒരു സമയമുണ്ട്. പക്ഷേ എന്നും അവിടെ ആ കണ്ടിന്യൂലി പ്രോസസ്സിൽ കടന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. അവിടെ നിന്ന് നിന്നെ കൊണ്ടുപോകുവാൻ ഒരു ടൈമുണ്ട്. ആ ടൈമായി കഴിയുമ്പോ നിന്നെ അവിടെ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു, ഈ പകൽക്കാലം നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരും. നാളുകളാ നീ ചില സങ്കടത്തിന്റെ അനുഭവത്തിലല്ലേ കടന്നു പോകുന്നത്, അതറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആരും അറിയുന്നില്ലായിരിക്കാം നീ എത്ര നാളായിട്ടാണ് ഈ കഷ്ടത അനുഭവിക്കുന്നത്, ഈ വേദന അനുഭവിക്കുന്നത്, ഈ രോഗം അനുഭവിക്കുന്നതെന്ന്. നിന്റെ വേദനയെ പറ്റി ആർക്കും അറിയാതിരിക്കുമ്പോ നീ എത്ര നാളായി അനുഭവിക്കുന്നുവെന്നും, നിന്റെ വേദനയുടെ കാഠിന്യവും നീ അനുഭവിക്കുന്ന സങ്കടത്തിന്റെ അനുഭവത്തെയും അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിന്റെ അടുക്കലേക്ക് ഇന്ന് വരും. നിന്റെ ചില ഇടത്തുനിന്ന് പുറത്തു കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനതയെ ആ കഷ്ടതയുടെ നടുവിൽ നിന്ന് പുറപ്പെടുവിച്ചു പുറത്തു കൊണ്ടുപോയി. ഹല്ലേലൂയ. 38 സംവത്സരമായിട്ട് രോഗം പിടിച്ച് കുളക്കരെ കിടന്ന മനുഷ്യനോട് കിടക്കയെടുത്ത് എഴുന്നേറ്റ് കിടക്കയെടുത്ത് പോക എന്ന് പറഞ്ഞതുപോലെ നിനക്കൊരു പുറപ്പാടിന്റെ ടൈം എത്രയേ. നാളുകളായി, വർഷങ്ങളായിട്ട് നീ ചിലയിടത്ത് വേദന അനുഭവിച്ച് കിടക്കുന്നില്ലേ, ചിലത് നീ വേദന അനുഭവിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നില്ലേ. ഈ പകൽക്കാലം പറയട്ടെ, അവിടെ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പകൽക്കാലം അത്രേ, അവിടെ നിന്ന് നിന്നെ പുറപ്പെടുവിക്കുന്ന ഒരു ടൈം അത്രേ. യേശു കർത്താവ് നിനക്ക് വേണ്ടി നിന്റെ അടുക്കിലേക്ക് വരും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനതയെ വിടുവിക്കാനായിട്ട് ആരുമില്ല. നിസ്സഹായതയുടെ അനുഭവത്തിൽ അവർ കരയുന്നത്, നിലവിളിക്കുന്നത്. അതിന്റെ നടുവിലേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. നീ ചുറ്റുപാട് നോക്കുന്നുണ്ടായിരിക്കാം നിന്റെ വേദനയുടെ മധ്യത്തിൽ. എന്റെ വേദന ആരെങ്കിലും അറിയുന്നുണ്ടോ? എന്നെ വിടുവിക്കാനായിട്ട് ആരെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോ? പ്രിയ ദൈവ പൈതലേ, നിന്റെ ഭവനത്തിലകത്ത് നീ അനുഭവിക്കുന്ന ചില നിലവിയുടെ അനുഭവങ്ങളില്ലേ, ചില സങ്കടത്തിന്റെ അനുഭവങ്ങളില്ലേ? ഞാൻ പറയട്ടെ, അതിനകത്തുനിന്നൊരു പുറപ്പാടുണ്ട്. സ്തോത്രം. അതിനകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ സങ്കടത്തിന്റെ ആഴങ്ങൾ അറിയുന്ന ദൈവം, കിടക്കുന്ന ചില വേദനയുടെ അനുഭവത്തിൽ നിന്ന് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. നീ അവിടെ കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ. നാളുകളായി, വർഷങ്ങളായിട്ട് നീ അനുഭവിക്കുന്ന ചില വേദനകൾ. സ്തോത്രം. ചിലരൊക്കെ പിടിച്ച് നീ കിടപ്പിലായിരിക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം. നിനക്ക് പുറത്തു വരുവാൻ കഴിയാതെ നിന്നെ ചില മേഖലയ്ക്കൊക്കെ തോതിക്കി വയ്ക്കുമ്പോ, പ്രിയ ദൈവ പൈതലേ, എന്റെ നസ്രനായ യേശു കർത്താവ് നിന്നെ തേടി വരുന്ന പകൽക്കാലം അത്രേ. ആരും സഹായമില്ലാത്തവർക്ക്, ആർക്കും വിടുവിപ്പാൻ കഴിയാതിരിക്കുന്ന മേഖലയാണോ, അവിടേക്ക് എന്റെ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. സ്തോത്രം. കാരണം എന്താ? നിന്നെ കാണുന്ന ഒരു കർത്താവ്, നിന്നെ അറിയുന്ന ഒരു കർത്താവ്. സ്തോത്രം. ഈ പകൽക്കാലം നിന്റെ വിടുതന്റെ പകൽക്കാലം എന്ന് വിശ്വസിക്കുക. സ്തോത്രം. അതെ, നിന്റെ വിടുതന്റെ സമയം അത്രേ. ആ ഒരു വിടുതൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം നടക്കും. നീ രോഗത്തിന്റെ അനുഭവത്തിലാണോ കടന്നു പോകുന്നത്? നിനക്ക് സമാധാനമില്ലാത്ത അനുഭവത്തിലാണോ നീ കടന്നു പോകുന്നത്? സാമ്പത്തികമായി തകർന്ന അനുഭവത്തിലാണോ? സ്തോത്രം. ആരോട് പറയാൻ പറ്റാത്ത
വേദനയുടെ അനുഭവത്തിലാണോ നീ കടന്നു പോകുന്നത്? ഈ പകൽക്കാലം പറയട്ടെ, നാളുകളായി വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഇനി ഇതിനകത്തുനിന്ന് എനിക്കിനി ഒരു മാറ്റം ലഭിക്കത്തില്ല, ഇതിനകത്തുനിന്ന് ഇനി എനിക്കൊരു വിടുതലൊന്നും ഇല്ല, എന്റെ ജീവിതം ഇവിടെ കൊണ്ട് ഇങ്ങനെ അവസാനിക്കുമെന്ന് നീ പറഞ്ഞ് സ്വന്തമായി നീ എല്ലാം ഒതുക്കുവാൻ നോക്കുമ്പോ നീ ഒതുക്കാൻ നോക്കിയ മേഖലയ്ക്കകത്ത് നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനെ നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിനെ ആ വിഷയത്തിനകത്തുനിന്ന് കൊണ്ടുപോകുവാൻ ആരും കാണത്തില്ലായിരിക്കാം, പക്ഷേ എന്റെ യേശു കർത്താവ് ഉണ്ട് എന്നെ വിടുവിക്കുവാൻ. ആ മനുഷ്യൻ പറഞ്ഞതുപോലെ എന്നെ സഹായിപ്പാൻ ആരുമില്ല. കുളം കലങ്ങുന്നുണ്ട്, അനേകം വിടുതൽ പ്രാപിച്ചു പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഇതല്ലേ ഇന്ന് ഞാനും നിങ്ങൾ പറയുന്നത്. സ്തോത്രം. മനുഷ്യരിലേക്കുള്ള സഹായത്തിന്റെ നോട്ടങ്ങളെ ഈ പകൽക്കാലം മാറ്റിക്കോ. നിന്റെ സഹായം കർത്താവിൽ നിന്നത്രേ പുറപ്പെടുന്നത്. നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. പ്രിയ ദൈവത്തിലെ നിന്നെ കർത്താവ് തള്ളിക്കളയത്തില്ല. സ്തോത്രം. പല നോട്ടങ്ങൾ നിന്നെ വേദനിപ്പിച്ച് കാണുമായിരിക്കാം. പലരും നിന്റെ അടുക്കൽ കൂടി കടന്നു പോകുമ്പോൾ നീ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം ഈ മനുഷ്യൻ നിന്നെ സഹായിക്കും, ഈ മനുഷ്യൻ ഒരാശ്വാസത്തിന്റെ വാക്കുകൾ പറയും, ഞാൻ കടന്നു പോകുന്ന വിഷയത്തിനകത്തുനിന്ന് എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരും എന്നൊക്കെ നീ ചിന്തിച്ച് നാളുകൾ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, മനുഷ്യരുടെ സഹായങ്ങളൊക്കെയും വ്യർത്ഥമായി തീരുമ്പോ നിന്റെ സഹായം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഹല്ലേലൂയ. ആ കർത്താവ് നിന്നെ തേടി വരുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവ പൈതലേ, ഒരു മനുഷ്യന്റെ ദീർഘകാലത്തെ കഷ്ടപ്പാട് അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ആ കഷ്ടപ്പാടിന് ഒടുവിൽ ആ മനുഷ്യനൊരു വിടുതലുണ്ട്. ഏറെ നാളായി നീ ചില കഷ്ടങ്ങൾ അനുഭവിക്കുന്നില്ലേ? ചില രോഗങ്ങൾ നിന്നെ കാർന്നു തിന്നുന്നില്ലേ? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അതിനകത്തൊന്നും ഒരു എഴുന്നേൽപ്പുണ്ട്. അവിടെ കാണുവാൻ സാധിക്കുന്ന യേശു കർത്താവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തു നടക്കുക. ഒരിക്കലും ആ മനുഷ്യന്റെ ഉള്ളിൽ പ്രതീക്ഷ കാണില്ല, ഇനി എനിക്ക് നടക്കാൻ പറ്റുമെന്നോ, സ്വയമായിട്ടൊന്ന് എഴുന്നേൽക്കാൻ കഴിയുമെന്നോ. യേശു കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നല്ല അവിടെ കാണുവാൻ സാധിക്കുന്നു. യേശു പറഞ്ഞു, യേശുവിനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക. 3 കാര്യങ്ങൾ കാണുന്നു. ഒന്ന് പറയുന്നുണ്ട്, ഒന്ന് എഴുന്നേൽക്ക. നീ എഴുന്നേൽക്ക്. ആരുടെ ഒരു സഹായത്താലല്ല മനുഷ്യൻ എഴുന്നേൽക്കുന്നതിന്റെ കർത്താവ് അധികാരമുള്ളവനത്രേ. അധികാരമുള്ളവന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെട്ട 38 വർഷമായിക്കൊള്ളട്ടെ, 12 വർഷമായിക്കൊള്ളട്ടെ, നിന്നെ കിടന്ന മേഖലയ്ക്കകത്തുനിന്ന് നീ എഴുന്നേൽക്കും. ഹല്ലേലൂയ. കാരണം അധികാരം ഉള്ളവനത്രേ പറഞ്ഞത്. ഹല്ലേലൂയ. ഈ പകൽക്കാലം അധികാരമുള്ള യേശു കർത്താവിന്റെ വാക്കുകൾ ചില വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ചലിക്കാൻ പോകിയ, നീ എഴുന്നേൽക്കാൻ പോകിയ. മനുഷ്യർ പറഞ്ഞില്ലേ നീ ഈ വിഷയത്തിനകത്ത് നീ എഴുന്നേൽക്കത്തില്ല എന്ന്. എന്നാൽ ഹല്ലേലൂയ, നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന നസ്രേന്റെ വാക്ക് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെടാൻ പോകിയ. നീ എഴുന്നേൽക്കും. ആരൊക്കെ നിന്നെ നോക്കി പറഞ്ഞില്ലേ നിന്റെ കുടുംബം ഈ വിഷയത്തിനകത്തുനിന്ന് എഴുന്നേൽക്കില്ല, നിന്റെ തലമുറ ഈ വിഷയത്തിനകത്തുനിന്ന് എഴുന്നേൽക്കില്ല, നിന്റെ ജീവിതത്തിനകത്ത് ഇതിനകത്തുനിന്ന് ഒരു എഴുന്നേൽപ്പില്ല എന്ന് ലോകം മുദ്ര കുട്ടിയിട്ടിരിക്കുമ്പോ ഈ പകൽക്കാലം പറയട്ടെ, മനുഷ്യർ പറഞ്ഞ വാക്കുകളെ ഹല്ലേലൂയ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അധികാരമുള്ളവൻ പറയാൻ പോകിയ. നീ എഴുന്നേൽക്ക. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് നടക്ക. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുക്ക. ഹല്ലേലൂയ. അതെ, ആരെങ്കിലും കിടക്ക എടുക്കാനല്ല പറഞ്ഞ, എഴുന്നേൽപ്പിക്കുന്നവൻ അവന്റെ മേൽ സകലത് പകരുക. ആ കിടക്ക വരെ എടുക്കുവാനുള്ള ശക്തി അവന്റെ മേൽ പകരുക. സ്തോത്രം. നമുക്കറിയാം 38 വർഷമായിട്ട് ആ മനുഷ്യൻ കിടക്കുക. അവന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ, ആരോഗ്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്റെ കർത്താവിൽ നിന്ന് ഒരു വാക്കോ പുറപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്തെല്ലാം ആവശ്യമായിരിക്കുന്നുവോ അതെല്ലാം നിന്റെ ശരീരത്തിന്മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ആരോഗ്യം നിന്റെ മേൽ വെളിപ്പെടുക, ശക്തി നിനക്ക് ലഭിക്കുക, നിന്റെ നരിയാണികളെ ഉറയ്ക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം.
ഒരു മേഖലയ്ക്കകത്ത് മാത്രമല്ല കർത്താവ് പറഞ്ഞത്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് ഹല്ലേലൂയ നടക്ക എന്ന് പറയണമെങ്കിൽ അവിടെ നടക്കുവാനുള്ള ശക്തി ഹല്ലേലൂയ അവിടെ പകരുന്നുണ്ട്. പ്രിയ ദൈവമേ സ്തോത്രം. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അവിടെ 3 പ്രോസസ്സിങ് നടന്നതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ കരം ചലിക്കാൻ പോകാം. ഹല്ലേലൂയ. പ്രിയ ദൈവമേ, നീ അനുഭവിക്കുന്ന കടഭാരത്തിന് നിനക്കിനി ഒരു വിടുതലില്ല. ഇതിനകത്ത് നിന്നെ തീർത്ത് കളയുമെന്ന് ശത്രു വാദിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, ലോകം നിന്റെ പരാജയം കാണുക, നിന്നെ ചിലയിടത്ത് തകരുന്നത് കാണുക നോക്കി നിൽക്കുമ്പോ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ചില മേഖലയ്ക്കകത്ത് നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്. നീ ചിലതിനെ എടുത്ത് നടക്കാൻ പോകുന്നു. നിന്നെ പിടിച്ച് കിടത്തിക്കളഞ്ഞ ചില മേഖലകളെ നീ എടുത്ത് നടക്കുവാനുള്ള ശക്തിയെ സ്വർഗത്തിലെ ദൈവ നിന്റെ മേൽ പകരപ്പെടുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറയട്ടെ, നിസ്സഹായതയുടെ നടുവിൽ നിന്നെ സഹായിപ്പാൻ ആരും ഇല്ലാതിരിക്കുമ്പോ എന്റെ സർവശക്തനായ ദൈവം, നിന്നെ കാണുന്ന ഒരു കർത്താവ്, നിന്നെ അറിയുന്ന ഒരു കർത്താവ് നിന്നെ വിടുവിക്കേണ്ടതിനായി ഇറങ്ങി വരും. ഹല്ലേലൂയ. അതേ സ്തോത്രം. പലരെയും നീ നോക്കുന്നില്ലേ ഒരു വിടുതലിന് വേണ്ടി? പലരെയും നോക്കിയിരുന്നു, വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ, മാസങ്ങൾ കഴിഞ്ഞു പോയില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ നോട്ടങ്ങൾ മാറട്ടെ. നിന്നെ സഹായിപ്പാൻ കഴിയുന്ന, നിന്നെ നന്നായിട്ട് അറിയുന്ന, നിന്റെ സാഹചര്യത്തെ നന്നായിട്ട് കണ്ട ഒരു യേശു കർത്താവ് നിന്റെ അടുക്കലേക്ക് ഈ പകൽക്കാലം ഇറങ്ങി വരും. എന്റെ കർത്താവിന് അറിയേണ്ടത്, നിനക്കും മനസ്സുണ്ടോ? നീ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്ന്, നീ കടന്നു പോകുന്ന അനുഭവത്തിൽ നിന്ന് നിനക്കൊരു വിടുതൽ പ്രാപിപ്പാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. നിന്റെ മനസ്സിനകത്ത് ഒരു തീരുമാനം നീ എടുത്ത് കർത്താവിനേക്ക് നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ വിഷയത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ പകൽക്കാലം പറയുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. വ്യത്യസ്തമായ നിലവാരത്തിൽ കുളം കലക്കി സൗഖ്യം പ്രാപിച്ചവർ ഉണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ചിലപ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചുവെങ്കിലും അവർക്ക് ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കാം, ചിന്തിക്കാം, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചായിരിക്കും അവർ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആരുമില്ലാതെ കിടന്ന് ഈ മനുഷ്യനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്ക. അതേ, മറ്റൊരാളുടെ സഹായത്തിന് വേണ്ടി നോക്കി നിൽക്കാൻ വീണ്ടും ഒരു അവസരം കൊടുക്കാതവണ അവന്റെ ജീവിതത്തിനകത്തേക്ക് ദൈവത്തിന്റെ വിടുതൽ പ്രാപിച്ചു. അങ്ങനെയൊക്കെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, എന്റെ കർത്താവ് നിന്നെ കണ്ട, എന്റെ കർത്താവ് നിന്നെ അറിഞ്ഞ, കർത്താവിൽ നിന്നൊരു വിടുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട, നീ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി ദൈവം നിന്നെ നിർത്തുകയില്ല. നിനക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് അത് നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തി തരും. പിന്നെയും നീ ഒരാളുടെ സഹായത്തിന് വേണ്ടി നോക്കി നിൽപ്പാൻ ദൈവം അനുവദിക്കില്ല. അങ്ങനെ ഈ പകൽക്കാലം പറയട്ടെ, നിങ്ങളുടെ നിസ്സഹായതയുടെ നടുവിൽ യേശു കർത്താവ് സഹായത്തിനായി ഇറങ്ങി വരും. അതേ, നിന്റെ വിടുതന്റെ പകൽക്കാലം എന്ന് വിശ്വസിക്ക. ഇനി ആരുടെയും സഹായത്തിനായിട്ട് നീ തേടി നിൽക്കേണ്ടി വരുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ കർത്താവ് നിന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല. നിന്റെ വിടുതൽ ഈ പകൽക്കാലം നടക്കും. അങ്ങനെ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ഈ പകൽക്കാലം ആയിരിക്ക. നിന്റെ വിടുതന്റെ പകൽക്കാലം അത്രേ. നിസ്സഹായതയുടെ നടുവിൽ ആരും നിന്നെ സഹായിപ്പാനായിട്ട് ഇല്ലാതിരിക്കുമ്പോ, ഹല്ലേലൂയ, നിന്റെ വിടുതലിന് വേണ്ടി എന്റെ സർവശക്തനായ കർത്താവ് ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീര. യഹോവ റാഫ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. റാഫയായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നിനക്ക് വേണ്ടി ഇറങ്ങി വരാം. ഇസ്രായേൽ ജനതയുടെ വിടുതലിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ നിന്റെ വിടുതലിന് വേണ്ടി, നീ ആയിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ നിന്ന് നിന്റെ വിടുതലിന് വേണ്ടി എന്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. ആ വിടുതൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരും സഹായത്തിനായിട്ടില്ലാതെ നിസ്സഹായതയുടെ നടുവിലായിരിക്കുന്ന അങ്ങയുടെ ജനത്തിന്റെ നടുവിലേക്ക് എന്റെ കർത്താവ് ഇറങ്ങുമറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഏറെ നാളായിരിക്കുന്നു എന്ന് അറിഞ്ഞ കർത്താവ്, 38 വർഷമായിട്ട് രോഗമായി കിടക്കുന്നത് കണ്ട കർത്താവ്, തന്റെ ജനം അനുഭവിക്കുന്ന കടഭാരത്തെ പറ്റി കാണുന്ന ഒരു കർത്താവ്, അപ്പൊ അവരനുഭവിക്കുന്ന രോഗത്തിന്റെ കാഠിന്യത്തെ അറിയുന്ന കർത്താവ്,
അപ്പാ ഈ പകൽക്കാലം അതിനകത്തുനിന്നൊരു എഴുന്നേൽപ്പ് കൊടുക്കണം. അവരെ പിടിച്ച് കിടത്തിക്കളഞ്ഞ മേഖലയെ അവർ എഴുന്നേറ്റ് അത് എടുത്ത് നടക്കത്തക്ക രീതിയിൽ യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ വെളിപ്പെടട്ടെ. അവരെ പിടിച്ച ചില രോഗങ്ങൾ, അവരെ പിടിച്ച ചില സാമ്പത്തിക തകർച്ചകൾ, അവരെ പിടിച്ച ചില മാനസിക സമ്മർദ്ദങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം പൊട്ടിമാറട്ടെ. കർത്താവിന്റെ കരം ചലിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇവര് എഴുന്നേൽക്കട്ടെ, ഇവര് നടക്കട്ടെ. ഒതുക്കിയ കിടത്തിക്കളഞ്ഞ മേഖലയ്ക്കകത്തുനിന്ന് നടന്ന് കർത്താവിലേക്ക് അടുക്കുവാൻ, ചില വിടുതലിലേക്ക് നടക്കുവാൻ, ചില വാഗ്ദത്തങ്ങളിലേക്ക് നടന്നെത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചാട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം. മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.